കണ്ണ് കാണാത്തോണ്ട് തള്ളെന്തായാലും ഇങ്ങോട്ട് വരില്ല. ഹലോ, സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ഗ്രാനി ചാപ്റ്റർ 3. ഇപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗ്രാനി ആയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ട്രെയിൻ എസ്കേപ്പ് ആയിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ഗേറ്റ് എസ്കേപ്പ് നടത്താൻ നോക്കാം. അപ്പോൾ ഇപ്രാവശ്യം തള്ള മാത്രമല്ല, തള്ളയുടെ മാപ്പിളയും കൂടെ ഉണ്ട്. ഇപ്പോൾ വീഡിയോ ലൈക്ക് അടിക്കുന്നൊരു വീഡിയോ ലൈക്ക് അടിച്ചു, പിന്നെ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ, അങ്ങനെ നമ്മുടെ കാലിവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ ഒരു എസ്കേപ്പ് ഓൾറെഡി നമ്മൾ നടത്തിയോണ്ട് നമുക്കറിയാം ഏത് വഴി പോയാൽ എവിടേക്ക് എത്തുന്നു. നമുക്ക് ആദ്യം തന്തപ്പിടിനെ മാത്രം പേടിച്ചാൽ മതി, കാരണം ആളിൽ ഗണ്ണുണ്ടാവും അത്രേ. ആ ഗണ്ണ് എടുക്കാനൊക്കെ നമുക്ക് പറ്റുമെന്നാണ് പറയണേ. ഓക്കെ, അത് നല്ല അടിപൊളിയാവും. പിന്നെ ഞാൻ തന്തപ്പടിയായിട്ട് കളിച്ചിട്ടില്ല, ഞാൻ ആകെ തള്ളായിട്ട് മാത്രമേ കളിച്ചിട്ടുള്ളൂ. നമുക്ക് പിന്നെ കിളവൻ്റെ റൂമിൽ മുകളിലൊക്കെ പറഞ്ഞ് നാടിച്ചില്ല, ദേ പോണ് കിളവൻ. ഓക്കെ, പുറത്തേക്ക് അതാണ് ആ കിളവൻ കേട്ടാ തന്തപ്പിടി. കയ്യോ, കണ്ട് ഓടിക്കോ. ആ തള്ളയുടെ പോലെയല്ല, തള്ളയ്ക്ക് ആകെ ലുട്ടാപ്പിടാൻ വടി മാത്രമേ ഉള്ളൂ. തന്തപ്പിടിക്കാണെങ്കിൽ ഗണ്ണൊക്കെ ഉണ്ട്. ഗണ്ണും കൊണ്ടാണ് നടക്കണിപ്പം. ഓരോരോ പൂതിയെ എങ്ങോട്ട് മാത്രം കിളവൻ വന്നില്ല. എനിക്ക് തോന്നുന്നു കിളവന് വയ്യ. സത്യം പറഞ്ഞാൽ കിളവന് ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേന് കിളവൻ പദം വന്ന് കിടന്നുണ്ടാവും അവിടെ. നമ്മൾ തള്ളനെ കണ്ടില്ലല്ലോ, തള്ള അവിടെ പോയി. കിളവൻ ഓടിക്കോ. പെട്ടെന്ന് കട്ടിൻ്റെ അടി കയറിക്കോ. കട്ടിൻ്റെ അടി എന്താ കയറുന്നറിയോ? ഇത് കിളവൻ്റെ റൂമാണ്. അപ്പോൾ കിളവൻ്റെ റൂം എന്ന് പറയുമ്പോൾ കിളവൻ കുറച്ച് കഴിയുമ്പോൾ വന്ന് കിടക്കും, ഇവിടെ കിടന്ന് ഉറങ്ങും. അപ്പോൾ തോക്ക് ചുമരുമ്പോൾ ചാരി വെക്കും. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് തന്നെ ഈ തന്തപ്പിടിനെ ഒറ്റ പൊട്ടിക്കുക. ഇവിടെ കിളവനും വന്നില്ല, കിളവൻ്റെ പൂടേയും വന്നില്ല. ആകെ കിളവൻ്റെ പൊണ്ടാട്ടി മാത്രം ഇവിടെ വന്നിട്ട് പോയി. പക്ഷേ എന്ത് ചെയ്യാനെന്ന് നോക്കണേ. ഇവിടെ ഒന്ന് തുറന്നു നോക്കാം. ഇവിടെ നിന്നുണ്ട് പെട്ലോക്കി. ഒരാവശ്യമില്ല. നമുക്ക് തോക്കെടുക്കാണ്ട് കൊണ്ടെടുക്കാൻ പറ്റുമോ? ഇല്ലില്ല, അതൊന്നും പറ്റൂല എന്നാണ് പറയണത്. ഇവിടെയൊക്കെ തുറന്നു നോക്കട്ടെ. ഇവിടെ നിന്നൊന്നുമില്ലേ? ഇവിടെ എന്തോ കിട്ടി. വെപ്പൺ കീ. നൈസ്. ഓക്കെ, അപ്പം നമുക്കിനി തള്ളനെ പേടിക്കേണ്ട, പക്ഷെ അപ്പൂപ്പനെ പേടിക്കണം. കാരണം അപ്പൂപ്പൻ്റെ കയ്യിൽ ഗണ്ണുണ്ടാവും. അത് വെച്ച് നമ്മൾ ഒറ്റ അലക്കാൽക്കാവുന്നുള്ള അപ്പൂപ്പന്. പക്ഷെ അപ്പൂപ്പൻ്റെ മുന്നിൽ നമ്മൾ വഴിതിരിച്ച് വിടണം. കല്ലെടുത്ത് നോക്കണം, നമുക്ക് എപ്പോഴും നല്ലതാണ്. ഒരു കല്ലുകളും കിട്ടിയാൽ നല്ലതാണ്, പക്ഷെ ആ ഒരു കല്ല് മാത്രം ഇവിടെ കാണുന്നില്ല. നമുക്കിപ്പോൾ തൽക്കാലം മോളിൽ പോയിട്ട് വെപ്പൺ എടുത്തിട്ട് വരാം. ടെടി കിട്ടിയിട്ട് നമുക്ക് ടെടി നമുക്ക് ഉപകാരമാണ്. തള്ളി മാപ്പിളൊക്കെ എവിടെ കാണുന്നില്ലല്ലോ. അവരില്ലാത്താണ് നമുക്ക് നല്ലത്. എടുത്തോ. ഇനി ആർക്കാണ് നമ്മളെ തൊടണ്ടേ? നമ്മുടെ ഫസ്റ്റ് കാരനെ കിട്ടിയിട്ട് പിടിച്ചോ. പറന്ന് വീണ് തള്ളനൊക്കെ ഒന്ന്. എവിടുന്നാ? അയ്യോ, വെടി മിസ് ഇന്നാ പിടിച്ചോ. ലെറ്റ്സ് ഗോ. ഗണ്ണെട്ടി അടിപൊളി. പാകത്തിന് അപ്പൂപ്പൻ്റെ വെടി മാറിപ്പോയി. അല്ലെങ്കിൽ ഇതെന്തത്? വിറക് കിട്ടി. പക്ഷേ വിറക് നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മുടെ കയ്യിൽ ഓൾറെഡി തോക്കില്ല. അപ്പോൾ കാക്കനെ വെടിവെച്ച് കൊന്നൂടെ? നമുക്ക് 8 അടി കൊണ്ട് സ്ലെൻഡറിയുടെ റൂമിൽ കൊണ്ടിടാം. മിക്കവാറും സേഫ് കീ തരും, അല്ലെങ്കിൽ പെട്ലോക്കി നമുക്ക് ഓൾറെഡി കിട്ടിയതുകൊണ്ട് നമുക്ക് സേഫ് കീ തരാനാണ് ഒരു 90% ചാൻസ്. എന്നാ പിടിച്ചോ നിൻ്റെ ടെടി. എന്തിട്ടത്? സേഫ് കീ തന്നെ. ഞാൻ പറഞ്ഞില്ലേ സേഫ് കീ അല്ലാണ്ടൊരു കളിയില്ല. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് തോന്നണത് സേഫ് കീ തന്നെയാണ് കിട്ടിയത് ഇതിൻ്റെ കയ്യിൽ നിന്ന്. അയ്യോ, ആരും വരില്ലേ? ഞാനിത് ഇട്ടോട്ടെ. ഇനി ആ തന്ത നമ്മളെങ്ങനെ കൊല്ലും? കാരണം ആ കളൻ്റെ കയ്യിൽ തോക്കില്ലല്ലോ. ഇതിൻ്റെ ഉള്ള എന്തിട്ടാ ട്രെയിൻ കീ. ഒരു കാര്യമില്ല. കിളവൻ്റെ കയ്യിൽ തോക്കില്ല. അപ്പോൾ ആള് നമ്മളെങ്ങനെ കൊല്ലും? ഇടിച്ചു കൊല്ലും. ഇവിടെ നിന്നൊന്നുമില്ല. നമുക്ക് കാക്കടൽ എന്തിട്ടാ അത് പോയി നോക്കിയിട്ട് വരാം. ബ്രോ, കയ്യിലെന്താ? കാക്കടൽ ഷെഡ്ഗിയാണ്. കിളവത്തി തന്തയ്ക്ക് എന്തേ? കുറേ നേരം കണ്ടിട്ട് പറഞ്ഞില്ല. എന്നാ പിടിച്ചോ. അയ്യോ, കൊണ്ടില്ല. അയ്യോ, തേങ്ങ. ഒന്നുകൂടെ. ഓക്കെ, നമുക്ക് അവിടെ പോയിട്ടൊന്ന് ഒന്ന് മാറിക്കിടന്നൂടെ? വീണിക്കിടപ്പൂപ്പൻ. ഞാൻ ബാക്കിൽ നിന്ന് കുത്താണ് അപ്പൂപ്പ. സോറി. ഞാൻ കട്ടപ്പിയാ. ഞാൻ ബാക്കിൽ നിന്ന് കുത്തി. ഓക്കെ, കാക്കനെ വേണ്ടി വെച്ച് വന്നൂടെ? ചെതറിപ്പോയി. ഓക്കെ, നമുക്ക് ഷെഡിക്ക് എടുത്തിട്ട് നമുക്ക് നേരെ പോവല്ലേട്ടാ. തോക്ക് പോവല്ലേ? ഓക്കെ, സേഫ് ലാൻഡിങ് ആയിരുന്നു. നമുക്ക് ഇവിടുന്ന് ഷോർട്ട് കട്ട് എടുത്ത് പോവാം. തുറന്നോ. ഫ്യൂസ് ഉണ്ടായാൽ മതിയായിരുന്നു ഇവിടെ, കുറച്ചുകൂടെ നന്നാവും. ഇതെന്താ? ഇതൊരു കാര്യമില്ല. മറ്റേ ട്രെയിനിൻ്റെ ലിവറാണ്. ഒരു കാര്യമില്ല. ഇതുകൊണ്ട് ഇവർക്ക് ഒരു വലിയ ഉപയോഗമുള്ള വല്ലതും തന്നൂടെ? നമ്മൾ ട്രെയിൻ എസ്കേപ്പ് നടത്തുകയാണെങ്കിൽ ഇതൊന്നും കാണൂല. ഗേറ്റ് എസ്കേപ്പ് നടത്തുകയാണെങ്കിൽ ഗേറ്റിൻ്റെ ഒന്നും കാണൂല. ഓരോരോ കളികളെ.
നമ്മുടെ മെയിൻ ആയതെടുത്തോ. ഇതാണ് നമ്മൾ, ഇതുകൊണ്ടാണ് നമ്മൾ വളർന്നു വന്നത്. തന്തയും തള്ളൊക്കെ ഇപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാൻ ഈ സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ വല്ലതും ഉണ്ടാ തീപ്പെട്ടി എനിക്ക് ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി കാക്കനൊക്കെ തട്ടി. ഏത് കാക്ക? എവിടത്തെ കാക്ക? നമുക്ക് ഇത് ഇവിടെ തന്നെ ഇടാം, ആവശ്യം വരും. തോക്ക് നമുക്ക് എടുക്കാം. ചില്ല് പൊട്ടിച്ചോ? ഓക്കെ. ചിലപ്പോൾ സൗണ്ട് കേട്ട് ആരെങ്കിലൊക്കെ വരും. ഇല്ല, ആരില്ല. വന്ന് എന്നാ എൻ്റെ വക ടിപ്പ്. അത്രേ ഉള്ളൂ. എനിക്ക് തോന്നി തള്ള വരുമെന്ന്. കാരണം കിളവന് ചെവി കേൾക്കില്ല, പക്ഷെ തള്ളയ്ക്ക് നല്ലോണം ചെവി കേൾക്കും. ഇവിടെ ഫ്യൂസ് ഇല്ലെങ്കിൽ ഫ്യൂസ് ഉണ്ട്. അടിപൊളി. ക്രോബർ വാ. ക്രോബർ. ഓക്കെ, നമുക്ക് മറ്റേ പെട്ടി തുറക്കാം. ഇവിടെ എന്താ? ജനറേറ്റർ കേബിൾ. നമുക്ക് അത് ആവശ്യമുണ്ട്. നമുക്കിത് ആവശ്യം. നമുക്ക് കറണ്ട് വേണം. ഇവിടെ വല്ലതും ഉണ്ടാ? പ്ലാങ്ക് അവിടെ ഇട്ടിട്ട് എന്താ കിട്ടാൻ പോകണം ഞാൻ പറയട്ടെ. മറ്റേ കറക്കണ സാധനമില്ലേ, മറ്റേ ഗേറ്റ് വരാൻ വേണ്ടിയിട്ട് പുറത്തത്തെ, അതായിരിക്കും കിട്ടുക. അത് കിട്ടേണ്ടത് 2 സ്ഥലത്തു നിന്നാണ്. ഒന്നെങ്കിൽ സേഫ് കീഡ് അവിടെ നിന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്ന്. സേഫ് കീഡ് അവിടെ നമുക്ക് ട്രെയിനിക്കാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും മറ്റേ കറക്കണ സാധനം തന്നെ കിട്ടും. വെച്ചോ അടിക്ക് വീഴല്ലേ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിന്നെ പറഞ്ഞത് തന്നെയല്ലേ. ഓക്കെ, നമ്മളങ്ങനെ അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്യൂസും ജനറേറ്റർ മതി. നമ്മൾ ഓൾറെഡി നമുക്ക് പോകേണ്ട സാധനങ്ങളൊക്കെ ആയി. ഓക്കെ. അയ്യോ തോക്കൂല്ല, ഒരു സാധനമില്ല. കുടുങ്ങി. ചാവല്ലേ, ഓടിക്കോ. എൻ്റെ അടി കയറാം. കണ്ണ് കാണത്തോളം എന്തായാലും തള്ള എൻ്റെ അടിക്ക് വരില്ല. സൂപ്പർ, അടിപൊളി. ചെത്തങ്ങനെ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പോകേണ്ട സാധനങ്ങളൊക്കെ കിട്ടി ഓൾറെഡി. ഫ്യൂസിന് ഇടണം, പിന്നെ മറ്റേ കേബിളില്ല, അതുകൊണ്ട് ഷെഡിൽ കൊണ്ട് അവിടെ കൊണ്ട് കേബിൾ ഇതാക്കണം. അത്രേ ഉള്ളൂ, പരിപാടി സെറ്റായി. ഓക്കെ, ഇനി കണ്ടുമണി മോളിക്ക് ഓടിക്കോ. വെച്ചോ. ഓക്കെ, ഇനി നമുക്ക് കേബിൾ കൂടെ വെച്ചാൽ മതി. നമുക്കിനി എസ്കേപ്പ് ആവാം. ലെറ്റ്സ് ഗോ. നമുക്കിനി പോയിട്ട് മറ്റേ കേബിൾ എടുത്തിട്ട് വരാം. പൊളിച്ചടുക്കി. നമ്മൾ കുടുങ്ങി. അയ്യോ ഇപ്പോൾ തള്ള വരും. ഞാൻ എന്താണെന്നറിയാം, അടിക്ക് നോക്കാത്ത. ഇത് വെടിയിപ്പിക്കുമ്പോൾ അടിക്ക് നോക്കണമല്ലോ. അപ്പോൾ മിക്കവാറും എവിടെന്നെങ്കിലും വന്നതിനെ അടിക്കും. നമുക്ക് കുഴപ്പമില്ല. നമുക്ക് വരില്ലേ. ഓടിക്കോ. വന്നില്ലേട്ടാ. വന്ന് അടിച്ചോ. അത്രേ ഉള്ളൂ, ചെറുതായിട്ടൊന്ന് മേടിച്ചു പോയി. ഓക്കെ, കേബിൾ എടുത്തു, വെച്ചു, ഓണാക്കി. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് എസ്കേപ്പ് ആവാം എന്നാണ് തോന്നണത്. ഇനി ഇത് ഓണാക്കിയാൽ ഓക്കെ, നമ്മുടെ ഗേറ്റ് തുറന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പോൾ ശരി എന്നാൽ, ഇനിയൊരു തിരിച്ചുവരവില്ല. എല്ലാവർക്കും ബൈ. ഗ്രാൻമിയ അത്രേ ഉള്ളൂ. ഇനി ഗ്രാനിയുടെ ഫ്യൂച്ചർ ഹസ്ബൻഡ് വന്നാലും നമ്മളിത് കാണിച്ച് കംപ്ലീറ്റ് ആക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും ബൈ.